ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോറി ഫോർ ദ ഡിലേ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ? 7:30 അല്ല, നമ്മുടെ സമയം 6:30 തന്നെയായിരുന്നു. വി വർ ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് വേണ്ടി നല്ല കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് വൈകി പോയത്. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പെട്ടെന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, ബാക്കിയുള്ളവരോട് പോരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ? ശരി, അപ്പം നമുക്ക് നോക്കിയേ. ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വി വർ ജസ്റ്റ് ഡിസ്കസിങ് ചാപ്റ്റർ സമ്മറി, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്കോഴ്സസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. അപ്പം നമുക്ക് ഇനി അടുത്ത ലെവൽ എന്നുള്ളത്, നമുക്ക് വി ഹാവ് ടു ഗെറ്റ് സം ക്വസ്റ്റ്യൻസ്. നമ്മൾ എല്ലാവരും ഈ ഒരു സ്റ്റേജിലല്ലേ, ഞങ്ങളൊക്കെ പഠിച്ച് പാസ്സായി, ഞങ്ങളുടെ എക്സാമിൻ്റെ പേപ്പർ അങ്ങ് കിട്ടിയാൽ മതി മിസ്സേ, ഞങ്ങൾ എഴുതിക്കോളാം, ആ ഒരു ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഒരു 2 എക്സാമിൻ്റെ പേപ്പേഴ്സ് അങ്ങോട്ട് തരികയാണ്. സോ യു ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്, യു ഹാവ് ടു ഡു ദാറ്റ്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിൽ ഓൾസോ ഹെൽപ്പ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് എന്തായാലും വിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒരു പക്ഷേ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഓണത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ടേം എക്സാംസിനും അല്ലാണ്ട് ഒരുപാട് വർക്കിംഗ് ഔട്ട്സ് ഒക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ആദ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവേണ്ടത് എങ്ങനെ അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഇപ്പം ആദ്യം തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ തുടക്കത്തിലെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും. അതായത് ഓൺ പാസേജ് വിൽ ബി ദർ, അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, ദെൻ യു ഹാവ് ടു ആൻസർ ഇറ്റ് അക്കോർഡിംഗ്ലി in relation with the passage. അതാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്കിയുള്ള സാധനങ്ങൾ പോവുക എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് നമ്മൾ ഒരു കാര്യം കൂടി ഇത് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ്, ഇപ്പം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതണോ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതണോ, ഒരു പക്ഷേ ഒരാൾക്ക് പറ്റുന്ന ടൈം ഷെഡ്യൂൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ടൈം മാത്രം ആയിരിക്കില്ല, ആ ഒരു ടൈം പാറ്റേൺ ആയിരിക്കില്ല അടുത്ത ആൾക്ക് പറ്റുക. ചിലപ്പോൾ ഒരാൾക്ക് ആദ്യമേ ഈ പാസേജ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാലും ദേ വിൽ ബി ഗെറ്റിംഗ് ഇനഫ് ടൈം ഫോർ ദി ലാസ്റ്റ് വൺ. 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാനും ഇഷ്ടംപോലെ സമയം കിട്ടാം. പക്ഷെ വേറൊരാൾക്ക് മേ ബി അവർക്ക് ആദ്യം എസ്സേ വെച്ച് തുടങ്ങണമായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ആൻസറിലേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ആ ഒരു ടൈം മാനേജ്മെൻറ്റോട് മനസ്സിലാക്കാനാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീണ്ടും അല്ലെങ്കിൽ പല പാറ്റേൺസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം യു വിൽ ബിക്കം മോർ അക്കംപനീഡ്, യു വിൽ ബിക്കം മോർ ഫെമിലിയർ വിത്ത് ദാറ്റ്. അപ്പം നമ്മുടെ പേർപ്പസ് അതാണ്. ഓക്കെ, അപ്പം നമുക്ക് വിതൗട്ട് ഫർദർ ഡിലേ ഷാൽ വി ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പം നമ്മുടെ we are going for the very first question and I'll just read the paragraph. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, read the excerpts from the best investment I ever made. A very non chapter for all of us, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇത് ഭയങ്കര ഈസി ആയിപ്പോയി അല്ലേ? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു പാസേജ് തന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഐ വിൽ ജസ്റ്റ് റീഡ് ത്രൂ ദാറ്റ്. I was a young doctor at the time and had just set up a practice in a working class district of London. And on a foggy November night, towards 1 o'clock, I was awakened by a loud banging on the door. Hurriedly, I threw on some clothes and went downstairs. It was a sergeant of police and in dripping helmet and cape, mistily outlined on the doorstep. A suicide case, he told me abruptly. And in the lodgings around the corner, I had better come at once. ഓക്കെ, അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി വരാം നമ്മൾ ഏത് ഭാഗത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. We walked the short distance in silence, even our footsteps muffled by the fog and turned into the narrow entrance of an old building. As we mounted the creaking staircase, my nostrils were stung by the sick, sweet odor of illuminating gas. On the upper story, the agitated landlady showed us to the bare little attic where stretched a narrow bed lay the body of a young man. ഏതാണ് അവസ്ഥ, ഏതാണ് സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? എന്താ നമ്മുടെ സിറ്റുവേഷൻ? എന്താ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ്? എന്താ നമ്മുടെ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്?
യെസ്, ഒബ്വിയസ്ലി നമ്മുടെ ബോയ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ജോൺ സൂയിസൈഡ് ചെയ്യാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സന്ദർഭമാണ്. അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ നൗ വീൽ ഗോ ഫോർ ദി ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് അവേക്കൻഡ് ദി ഡോക്ടർ ഓൺ എ ഫോഗി നവംബർ നൈറ്റ്? എന്താണ് അയാളെ രാത്രിയും വിളിച്ചെഴുന്നേപ്പിച്ചത്? വാട്ട് ക്യാൻ ബി ദി ആൻസർ? ദി ആൻസർ ഇറ്റ്സെൽഫ് ഇസ് ഹിയർ. എന്താ? എ ലൗഡ് ബാങ്ങിങ് അല്ലേ? ഇതാ, ഐ വാസ് അവേക്കൻഡ് ബൈ എ ലൗഡ് ബാങ്ങിങ്. ഡോറിൽ ഭയങ്കര ശക്തിയായിട്ടുണ്ടായിരുന്ന ഒരു കൊട്ട് കേട്ടിട്ടാണ് ദി ഡോക്ടർ വാസ് അവേക്കൻഡ്. ഓക്കെ, ദ നെക്സ്റ്റ് കംസ്, വൈ ഡിഡ് ദി സർജൻ സീക്ക് ഡോക്ടേഴ്സ് ഹെൽപ്പ്? എന്തിനാ, വെറുതെ വന്ന് വിളിച്ചതാണോ ഡോക്ടറെ? നോ, ജസ്റ്റ് ബിക്കോസ് ദ കേസ് വാസ് ഓഫ് എ സൂയിസൈഡ് ആൻഡ് നോ അതേഴ്സ് ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സിനെ വന്നിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദിസ് പോലീസ്മാൻ ടു. ഓക്കെ, പോലീസ്മാൻ അത് ചെയ്യുക എന്നുള്ളത് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു. അപ്പോൾ ഡോക്ടറുടെ ഹെൽപ്പ് മാത്രമായിരുന്നു എടുക്കാനുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് വാസ് ദ ലാൻഡ് ലേഡീസ് റിയാക്ഷൻ ടു ദ ഇൻസിഡൻറ്റ്? നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി, വിച്ച് മീൻസ് അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു കാര്യത്തിലൊരു തീരുമാനമാവാതെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ച്, ഓ ചെക്കൻ ഇങ്ങനെ ചെയ്തല്ലോ, മനുഷ്യരുടെ പണി തന്നല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ലാൻഡ് ലേഡിയാണ്. ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി. ഇനി what did the surgeon and the doctor see in the attic? And the attic എന്ന് പറഞ്ഞാൽ ആ സ്മോൾ റൂമിലേക്ക് പോയപ്പോൾ what did they see? Stretched a narrow bed, young man. അവിടെ എന്ത് കിടപ്പുണ്ടായിരുന്നു? ഒരു വലിയ പ്രായമൊന്നുമില്ലാത്തൊരു യുവാവിന്റെ ശരീരം അവിടെ കിടക്കുന്ന ആ ബെഡിൽ കിടക്കുന്നതായിട്ട് അവർ കണ്ടു. സോ ദാറ്റ് ആൻസർ ഇസ് ഓൾസോ ഡൺ. Pick out the word from the passage which means to climb. കയറി പോവുക, ഇങ്ങനെ മേലേക്ക് ക്ലൈംബ് ചെയ്ത് പോവുക എന്നുള്ള മീനിങ് വരുന്ന ഒരു വേർഡ് കണ്ടുപിടിക്കുക. ഇറ്റ്സ് സച്ച് എ സിമ്പിൾ വൺ. ഇവർ സ്റ്റെപ്സ് കയറുന്നു എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. എന്താ അപ്പം വാട്ട് ക്യാൻ ബി ദ വേർഡ്? ഇറ്റ് വിൽ ബി മൗണ്ടഡ്. മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മേലേക്ക് ക്ലൈംബ് ചെയ്ത് കയറുക എന്നുള്ളതാണ് മൗണ്ടിങ്ങിൻ്റെ മീനിങ്. സോ വെൻ യു ആർ ഡീലിംഗ് വിത്ത് യുവർ ചാപ്റ്റർ വൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്റർ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദി വേർഡ് മീനിങ്സ്. ഓരോ വേർഡ്സും അറിയത്തില്ലാത്ത വേർഡ്സ് ആണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു റെഫർ ടു ദ ഡിക്ഷണറി ആൻഡ് ദെൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്സ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഫ്രം ദ നൗൺ ഫ്രം ദ സെൻറ്റൻസ് ഗിവൻ ബിലോ. നമ്മൾ നൗൺ ഫ്രേസ് പഠിച്ചിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുക. ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ്. ഇനി നൗൺ ഫ്രേസ് എങ്ങനെ കണ്ടുപിടിക്കണം? വിച്ച് ഈസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഇറ്റ്സ് സച്ച് എ സിമ്പിൾ വൺ. സെൻറ്റൻസ് വായിച്ചു നോക്കുക. ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി ഷോഡ് us ടു ദി ബെയർ ലിറ്റിൽ ആറ്റിക്. ഇതിൽ നിന്ന് തന്നെയുള്ളൊരു സെൻറ്റൻസാണ്. അപ്പം നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പം നൗൺ പൊസിഷനിലായിരിക്കും. ആൻഡ് വിച്ച് ഈസ് ദർ ഇൻ ദ പൊസിഷൻ ഓഫ് സബ്ജക്ട്. സോ ഒബ്വിയസ്ലി സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ കിടക്കുന്ന ആരാ? ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി. ചിലപ്പോൾ നമ്മൾ ഇത് മാത്രം ചിലപ്പോൾ എഴുതി വെക്കും, ബട്ട് ദിസ് ഇസ് നോട്ട് ദി ഓൺലി സബ്ജക്റ്റ്. ആ ഒരു സംഭവത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മുഴുവൻ ആ ഒരു സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ദിസ് ഇസ് ദി നൗൺ ഫ്രേസ്, ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി. Okay, so I hope this one is clear for you guys. So shall we move on to the next one? അടുത്തതിലേക്ക് പോവാം. Okay, here comes the next one. നമ്മുടെ ബെലാഡ് ഓഫ് ഫാദർ ഗലിഗൻ. നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ചു പോയിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കൂൾ ആയിട്ടുള്ള ഒരു പോമാണ്. ഇവിടെ some questions are there based on the paragraph, based on the stanzas given. He rode now as he never rode by rocky lane and fen. The sick man's wife opened the door. Father, you come again? And is the poor man dead? He cried. He died an hour ago. The old priest Peter Gulligan in grief swayed to and fro. ഏതാ സന്ദർഭം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം വളരെ സ്പീഡിൽ ഓടിച്ച് നമ്മുടെ ഡെത്ത് മാൻ്റെ മരിക്കാൻ പോയിരുന്ന അയാളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സന്ദർഭമാണ്. അതായത് ആ ലേഡി ചോദിക്കുകയാണ്, ഓ മൈ ഗോഡ്, യു കം അഗെയിൻ. ഫാദർ, നിങ്ങൾ എന്താണ് പിന്നെയും തിരിച്ചു വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു സീനാണ്. ഓക്കെ, some questions based on that is given here. And the priest rode now as he never rode. Why? അതായത് ഇതുവരെയും ഓടിച്ചിട്ടില്ലാത്തൊരു സ്പീഡിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രീസ്റ്റ് why did he ride? അത്രയും സ്പീഡിൽ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബിക്കോസ് വൺ ഓഫ് ഹിസ് ഫോക്ക്, അദ്ദേഹത്തിൻ്റെ ഇടവകയിൽപ്പെട്ട പാരിഷിൽപ്പെട്ട ഒരു പാരിഷണർ, ഹീസ് ഇൻ ഹിസ് ഡെത്ത് ബെഡ്. So it is the duty of this priest to give his last things, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള ലാസ്റ്റ് ആയിട്ടുള്ള പ്രേയേഴ്സ്, ആ ബ്ലെസ്സിങ്സ് കൊടുക്കുക എന്നുള്ളത്, that was the responsibility of this
fathers. So അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറന്നുപോയി. മാത്രമല്ല തലേദിവസം വിളിച്ച് പറഞ്ഞതാണ് ജസ്റ്റ് ബിക്കോസ് ഓഫ് എസ് ടയർഡ്നെസ് അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അതിൻ്റെ കാര്യം ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഹി ഈസ് നൗ റഷിംഗ് ടുവേർഡ്സ് ദി പേഷ്യൻറ്റ്. വേഗം പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. അത്രയും വേഗത്തിൽ ഓടിക്കുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദ സിക്ക് മാൻ? വാട്ട് ഹാപ്പൻ ടു ദ സിക്ക് മാൻ? ദ ആൻസർ ഇസ് ദർ ഹിയർ. സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ എന്താ പറഞ്ഞത്? യാ, ഹി ഡൈഡ് an hour ago. ഒരു മണിക്കൂർ മുന്നേ അദ്ദേഹം മരിച്ചു. And why did the old priest sway and grief? Meaning of grief? Being in a state of sadness. Grief എന്ന് പറഞ്ഞാൽ സങ്കടത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. Why did the old priest sway in grief? എന്തിനാണ് നമ്മുടെ പുരോഹിതൻ, നമ്മുടെ പ്രീസ്റ്റ് ഭയങ്കര സങ്കടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നത്? What can be the reason? എന്താ? Because he couldn't give his last ആയിട്ടുള്ള ആ ഒരു അന്ത്യകർമ്മങ്ങളൊന്നും അദ്ദേഹത്തിന് നമ്മുടെ ആ ഒരു മരിച്ച പാരിഷണർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹിസ് മിസ്റ്റേക്ക് എന്ന് അദ്ദേഹത്തിന് തോന്നി. We have the next one, 10th question. Take out visual images from the given light. Visual, അതായത് നമുക്ക് കാണുന്നത് എന്ന് ചെയ്യത്തക്ക രീതിക്കുള്ള വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക? വിഷ്വൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീൽ വരുന്നത്. എന്തൊക്കെ വരാം? ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വിഷ്വൽ ഇമേജിന്. അതായത് ഭയങ്കര കല്ലും കൂട്ടവും ഒക്കെ നിറഞ്ഞ ഒരു പ്രത്യേക തരം സ്ലോപ്പൊക്കെ ഉള്ള സ്ഥലത്തിലൂടെ പോകുന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം visual image. Okay. Okay, fine. So I hope this one is clear for you. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പോയമാണ്. അതിൽ നിന്ന് വരുന്ന poetic devices. Obviously, you should be very familiar with that. അതുകൊണ്ടാണ് ഇവിടെ just visual image എന്ന് ചോദിച്ചപ്പോഴേക്കും we could just answer like Rocky, Lane and Finn. അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റിയത്. Okay. So hope you will also do the same thing. Now, shall we go for the next one? Read the following lines from poetry and write an appreciation focusing on the theme, imagery and other poetic devices. Hope the voice is clear now. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ഇനിയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ you can just talk to me. All right. And അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? നമ്മുടെ അപ്രിസിയേഷൻ ആണ്. A very common question. നമുക്ക് എപ്പോഴും വരാറുള്ള ഒരു ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ. അതായത് ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോയം തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ പറയും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങൾക്കുള്ള എല്ലാ പോയംസിൻ്റെയും ഒരു വെരി സ്മോൾ മോഡ് ഓഫ് അപ്രിസിയേഷൻ. അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം? ഫസ്റ്റ് വൺ ഷുഡ് ബി ദ തീം വരുന്ന സാധനം കൊടുക്കുക, ദെൻ ഇമേജറി, ദെൻ സം പോയറ്റിക് ഡിവൈസസ്. ഇത്രയും കാര്യങ്ങൾ ഓരോ പോയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് പോയട്രി ആണ്, പാബ്ലോ നെരൂദ. Poetry by Pablo Neruda. And here some part is given. ആ ഒരു ഇതിലെ ഒരു പ്രത്യേക ഭാഗം തന്നിട്ടുണ്ട്. So that makes you easy. Now, I didn't know what to say. My mouth had no way with names. My eyes were blind. And something started in my soul. Fever of forgotten wings.
and I made my own way, deciphering that fire, that I wrote the first faint line, faint without substance, pure nonsense, pure wisdom of someone who knows nothing. അപ്പോൾ ഇത്രയുമാണ് ഫുൾ പോയം നമുക്ക് തന്നിട്ടില്ല. വളരെ മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ വാട്ട് യു ഹാവ് ടു ഡു വേഴ്സ്, അതായത് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെ പ്ലേസ് ചെയ്യണം, വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി പ്ലേസ്ഡ്. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ, title should also be placed. Title should be placed. Then next thing what you have to place is the author's name. Author's name. Okay, രണ്ടാമത് ഓതേഴ്സിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ദെൻ ദിസ് തീം, അതായത് നമ്മുടെ ഈ പോയത്തിൻ്റെ തീം എന്താണ്, മേജർ തീം എന്താണ്, അവിടെ മുഴുവൻ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കാനല്ല പറയുന്നത്. യു ജസ്റ്റ് ഡിസ്ക്രൈബ് ദ തീം ഓഫ് ദിസ് പെർട്ടിക്കുലർ പോയം ഇൻ വൺ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ആ ഒരു സംഭവം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കംസ് ഈ സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാം, ദി സ്റ്റാൻസ വൈസ് സമ്മറി, ഇതിൻ്റെ സമ്മറി കൊടുക്കുക. അതുപോലെ തന്നെ എസ്പെഷ്യലി ഇഫ് യു ആർ ഗിവൺ വിത്ത്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള സമ്മറി കൊടുക്കുക. സ്റ്റാൻസ വൈസ് സമ്മറി, ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ മേജർ ആയിട്ടുള്ള ഇമേജറീസ് ആൻഡ് പോയറ്റിക് ഡിവൈസസ്. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് വരുന്നുണ്ട്. അത് വി ഹാവ് ഓൾറെഡി ബൈ ഹാർട്ടഡ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ആ ഒരു പോയറ്റിക് ഡിവൈസും ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. പോയറ്റിക് ഡിവൈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ദോസ് തിങ്സ് ഷുഡ് ഓൾസോ ബി മെൻഷൻ. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ടൈറ്റിൽ കൊടുക്കുക, ഓതേഴ്സ് നെയിം, ആൻഡ് ദെൻ കംസ് ദി തീം ഇൻ വൺ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ നിങ്ങളുടെ തീം പ്ലേസ് ചെയ്യാം. സെക്കൻഡ് പാരഗ്രാഫ് വന്നിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഭവത്തിൻ്റെ സമ്മറി പ്ലസ് ദി എൻറ്റയർ സമ്മറി ഓഫ് ദി പോയം. അതിനുശേഷം എന്ത് കൊടുക്കുക, പോയറ്റിക് ഡിവൈസസ്, നമുക്ക് അറിയുന്ന പോയറ്റിക് ഡിവൈസസ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു വിത്ത് ദി അപ്രിസിയേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് ഗിവ് എ കൺക്ലൂഷൻ, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ മേക്ക് എ കൺക്ലൂഡിങ് നോട്ട് ടു. ഓക്കെ, അപ്പോൾ കൺക്ലൂഷനോട് കൊടുത്തു കഴിഞ്ഞാൽ യുവർ പോയറ്റിക് അപ്രിസിയേഷൻ ഓഫ് ദ പോയം ഇസ് ഓൾറെഡി ഡൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് കംസ്, വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. It is also a reading passage given below and answer the questions that follow. Each question carries one score. Okay, ഇനിയിപ്പോൾ അവിടെ നോക്കിയേ എന്താണ് അതിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. ബുക്സ് ആർ ദി ബെസ്റ്റ് കമ്പാനിയൻസ് ഇൻ ലൈഫ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു പാസേജ് ആണ്. I won't be just going deep into that. I'll just read it and we'll just go. New knowledge gathered by reading good books makes us better people. Reading is a pleasant experience when we are alone. While reading books, we chat with great minds. It is indeed a wonderful experience to come into contact with such great writers as Shakespeare, Kalidasa, etc. Books are the windows to the world of knowledge, and a good reader can experience everything from the books that he reads. A man who has developed proper reading habits may enjoy life in the full sense. There are many people who became great because of their wide reading. Readers derive immense pleasure from reading. Students have to develop reading habit for their success in life. അപ്പോൾ വൺ പാസേജ് ഇസ് ഗിവൻ. നമുക്ക് പുറത്തുനിന്ന് ഒരു പാസേജാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുമല്ല. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പാസേജസ് കിട്ടുകയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, എപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പാസേജ് ആയിരിക്കും. ഇനി ഇതിലൊക്കെ ചിലപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത വേർഡ്സ് ഉണ്ടാവും. ഇസ് ദർ എനി അൺഫെമിലിയർ വേർഡ്സ് ഇൻ ദിസ് വൺ? ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പാസേജിൽ എന്തെങ്കിലും അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടോ? എനി വൺ? എന്തെങ്കിലും അല്ല നിങ്ങൾക്ക് അത്ര പരിചയമില്ല എന്ന് തോന്നുന്ന ടൈപ്പ് എനി ഏതർ വേർഡ്സ് ഇല്ല? ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ എല്ലാം തന്നെ ഫെമിലിയർ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലാത്ത വേർഡ്സ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ജസ്റ്റ് പാനിക്, അയ്യോ അതിൻ്റെ മീനിങ് എനിക്ക് അറിയില്ല, കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് യു ഹാവ് ദി എൻറ്റയർ പാസേജ് വിത്ത് യു. അതായത് ഈ ഒരു സെൻറ്റൻസ് വായിച്ചു പോകുമ്പോഴേക്കും ആ സെൻറ്റൻസിൽ നിന്ന്, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് കൺസിഡർ ദിസ് വൺ, കമ്പാനിയൻ. ബുക്സ് ആർ ബെസ്റ്റ് കമ്പാനിയൻസ് ഇൻ ലൈഫ്. അപ്പോൾ കമ്പാനിയൻ്റെ മീനിങ് അറിയില്ല എന്ന് വെച്ചോ. ഒബ്വിയസ്ലി യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്, ബട്ട് ഐ എം ജസ്റ്റ് ഗിവിംഗ് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ. കമ്പാനിയൻ്റെ മീനിങ് അറിയില്ല. ബുക്സ് ആർ ദി ബെസ്റ്റ് കമ്പാനിയൻസ് ഇൻ ലൈഫ്. അപ്പോൾ എങ്ങനെയായിരിക്കും കമ്പാനിയനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക? എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ബുക്സിനെ പറ്റിയിട്ടാണ് താഴത്തേക്കുള്ളത് വായിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ തന്നെ മനസ്സിലാവും ബുക്സ് ആർ ദി ബെസ്റ്റ് ഫ്രണ്ട്സ്, കമ്പാനിയൻസ്. നമുക്ക് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാവുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കണക്കാക്കാവുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്
ബുക്സ്. അപ്പം അങ്ങനെ വേണം യു ഹാവ് ടു ഡിറൈവ് ഇൻ ടു ദി മീനിങ്സ് ഓഫ് വേർഡ്സ് വിച്ച് ആർ അൺഫെമിലിയർ ടു യു. ഓക്കെ, ശരി. അപ്പം നമ്മൾ അതല്ല പറഞ്ഞത്, നമ്മൾ വി ആർ കമ്മിങ് ടു ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്ത് സംഭവിക്കുന്നു? Why should students develop reading habit? Please answer, give me an answer. Hello everyone. We are having, oh sorry, I'll just say Malayalam പറയാം. അപ്പോൾ നിങ്ങളുടെ I just want some replies from you. പറഞ്ഞോളൂ. You just say one answer so that I can just feel like you are all following me. Follow ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാമല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, why should students develop reading habit? എന്തുകൊണ്ട് കുട്ടികൾ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം? എന്തായിരിക്കും? What can be the answer? ഇനി ഒരു കാര്യം ഇവിടെ ഉണ്ട്, പലപ്പോഴും കാണാറുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the thing is that നിങ്ങൾ എന്ത് ചെയ്യും? why should, എന്തുകൊണ്ട് കുട്ടികൾ റീഡിംഗ് വായനാശീലം വളർത്തിയെടുക്കണം എന്നുള്ള കാര്യം ചോദിക്കും. നിങ്ങൾക്കറിയാവുന്ന ജനറൽ നോളജ് മുഴുവൻ അവിടെ കൊണ്ടുപോയി നിരത്തി എഴുതി വെക്കും. അതായത് ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് വെച്ചാൽ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആൻസറാണ് നമുക്ക് അവിടെ വേണ്ടത്. ബട്ട് യു വിൽ ബി സീയിങ് ലൈക്ക് കുട്ടികൾ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര നോളജ് കിട്ടും. അതെല്ലാം സംഭവം ശരിയാണ്, പക്ഷെ നമുക്ക് ആൻസർ വരേണ്ടത് ഇറ്റ് ഷുഡ് ബി ഫ്രം ദിസ് പാസേജ്. ഈ പാസേജിൽ നിന്ന് എടുത്തിട്ട് വേണം യു ഹാവ് ടു മേക്ക് ദി ആൻസേഴ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? ദാറ്റ് ഹാബിറ്റ്സ് ഹെൽപ്സ് ഇൻ getting success in life, അല്ലേ? ഇനി അടുത്തത് നോക്കി, what according to the passage are the best companions in life? ഫസ്റ്റ് തന്നെ ആൻസർ കിടക്കുന്നുണ്ട്, books are the best companions. ഇനി according to the passage, who may enjoy life in the full sense? ദാ കറക്റ്റ് അതിൻ്റെ സാധനം ഇവിടെ കിടപ്പുണ്ട്. ദാ those who are having the habit of proper reading, they will enjoy the life in a full sense. And then what message do you get from this passage? എന്ത് മെസ്സേജാണ് ഈ പാസേജിൽ നിന്ന് കിട്ടുന്നത്? It is all about importance of reading. How should you develop reading habits? Importance of reading. Anyway, find out a word from the passage which means engage in an activity with great interest. Can you just find an activity? Can you just find an example for that? Engage in an activity. Yes, very good. Reading is important. You're just saying the right answer from the passage. Engage in an activity which is having great interest. Our word we just have to find from this one. Okay, അപ്പം ഇവിടെ നമുക്കിപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും what you have to do is just concentrate on the passage. എന്താണ് പാസേജിൽ വരുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം you have to answer it. Okay, and now shall we go for the next one? അടുത്തതിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് മെയിനായിട്ട് വരേണ്ട ആൾക്കാർ നമ്മുടെ ഡിസ്കോഴ്സസും അതുപോലെ തന്നെ ഗ്രാമർ പരിപാടികളൊക്കെയാണ്. ഇതാ answer any one of the following. Each question carries 7 marks. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റൈറ്റപ്പ്, നറേഷൻ പോലുള്ള സംഭവങ്ങളാണ് ഇവിടെ വരുന്നത്. നോക്കിയേ, a timely help can bring wonders in one's life. In the light of your reading of the anecdote, the best investment I ever made, prepare a write-up on the topic, kindness brings sunshine in the life of others. So this is the topic on which we have to write the write-up. ഓക്കെ, നമ്മുടെ റൈറ്റപ്പ് എഴുതേണ്ട ആ ഒരു പോയിന്റ് അവിടെയാണ് വരുന്നത്. എങ്ങനെ എഴുതും റൈറ്റപ്പ്? നിങ്ങളാണെങ്കിൽ വാട്ട് ഓൾ തിങ്സ് വിൽ ബി ദർ ഇൻ യുവർ റൈറ്റപ്പ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ റൈറ്റപ്പിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുക? ഓബ്വിയസ്ലി റൈറ്റപ്പിന് എന്തുണ്ടായിരിക്കണം? ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ. ഓക്കെ, ഒരു ടൈറ്റിൽ നിർബന്ധമായിട്ടും റൈറ്റപ്പിന് ഉണ്ടാവണം. ഇനി വാട്ട് ഷുഡ് ബി ദ നെക്സ്റ്റ് തിങ്? അടുത്തത് എന്തുണ്ടാവണം? ഓക്കെ, അപ്പം റൈറ്റപ്പിൻ്റെ മേജർ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഫോർ നമുക്കറിയുന്ന ആ ഒരു സ്റ്റോറി, നമുക്കറിയുന്ന ആ ഒരു കഥ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല ഒരിക്കലും ഒരു റൈറ്റപ്പിൻ്റെ ഉദ്ദേശം. പകരം എന്താ, നിങ്ങൾ ഒരു പ്രത്യേക കാര്യത്തെപ്പറ്റി നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പം നിങ്ങളൊരു പ്രത്യേകത കാര്യത്തെപ്പറ്റി യു ആർ ജസ്റ്റ് റൈറ്റിംഗ്. അവിടെ നിങ്ങൾ കഥയല്ല പറയുന്നത്, ആ കഥയുടെ സഹായത്തോടെയാണ് നിങ്ങൾ ആ ഒരു റൈറ്റപ്പ് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ വരിക? റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ജസ്റ്റ് ഗിവ്, ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം. ഇനി മേലെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തിനെ പറ്റിയാണ് എഴുതേണ്ടത്? എ ടൈംലി ഹെൽപ്പ് ക്യാൻ ബ്രിങ് വണ്ടേഴ്സ് ഇൻ വൺസ് ലൈഫ് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിങ്. അതായത് കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സഹായം ഒരു പക്ഷേ അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? നമുക്ക് നമ്മുടെ A.J. ക്രോണിൻ്റെ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, അല്ലേ? മിസ്റ്റർ ജോണിൻ്റെ ലൈഫ് ഇത്രയും ഫ്രൂട്ട്ഫുള്ളായി അദ്ദേഹം ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ കാരണമായത്
നമ്മുടെ 3 ആൾക്കാർ, ലാൻഡ് ലേഡി, സർജൻ ആൻഡ് ദി ഓതർ ഹിംസെൽഫ്, ഇവർ 3 പേരും സഹായിച്ചത് കൊണ്ടാണ്, കറക്റ്റ് സമയത്ത് അവരുടെ സഹായം കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ റൈറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ റൈറ്റപ്പിൻ്റെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ആൻ അനാലിറ്റിക് ഓർ ഇവാലുവേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ. അതായത് നിങ്ങളുടെ റൈറ്റപ്പ് എപ്പോഴും ഒരു നിങ്ങളൊരു കാര്യത്തെപ്പറ്റി ഇവാലുവേറ്റ് അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ മോഡിലാണ് നിങ്ങളത് എഴുതുക. അതായത് സ്റ്റോറി മുഴുവനായിട്ട് അതേപടി എഴുതി വെക്കുന്നതിന് പകരം അനലൈസ് ചെയ്യുക. അതായത് അങ്ങനെ എന്ന സന്ദർഭങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, യു ആർ അനലൈസിങ് ദാറ്റ്. ഓക്കെ, ആ രീതിക്ക് വേണം നിങ്ങളുടെ റൈറ്റപ്പ് മുന്നോട്ട് പോകാൻ. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ടു പാരഗ്രാഫ്സ്, ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് തിരിക്കാം. ആൻഡ് തുടങ്ങുന്നതിന് മുന്നേ യു ക്യാൻ ഓൾസോ ഗിവ് ആൻ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കൊടുക്കാം. ദെൻ ഈ പറയുന്ന സബ്സീക്വൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ്സിലേക്ക് എന്തൊക്കെ വരാം, നിങ്ങളുടെ ഈ പറഞ്ഞ സ്റ്റോറി നിങ്ങൾക്ക് കൊണ്ടുവരാം. അത് കൂടാണ്ട് നിങ്ങൾക്ക് പൊതുവേ അറിയുന്ന മറ്റെന്തെങ്കിലും സ്റ്റോറീസ് ഈ ഒരു സെയിം തീമിൽ കൈൻഡ്നെസ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന സെയിം തരത്തിലുള്ള എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ അതും നിങ്ങൾക്ക് അവിടെ പ്രേസ് ചെയ്യാം. ദെൻ അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് യു ജസ്റ്റ് ഹാവ് ടു കൺക്ലൂഡ് ഇറ്റ് ആൻഡ് ദെൻ ഫൈനലി ജസ്റ്റ് എൻഡ് ദാറ്റ് റൈറ്റപ്പ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ അത് കാര്യം ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന റൈറ്റപ്പിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി അതേപടി ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യല്ല, പകരം ഒരു അനലിറ്റിക്കൽ, ഒരു ഇവാലുവേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ അതിനെ പുറത്തുനിന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിക്ക് വേണം നിങ്ങളുടെ റൈറ്റപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ഇറ്റ്സ് ഈസി ഫോർ യു ബിക്കോസ് യു ആർ ഗിവൺ വിത്ത് ഹിൻസ്. നമ്മൾ പഠിച്ച സ്റ്റോറിയുടെ തന്നെ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ദാ ജോൺ falls victim to the loose society, steals from the office safe, attempts to commit suicide, given a fresh start by the trio. ഏതാ ആരൊക്കെ ട്രയോ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. become solicitor, works for the welfare of youth. Hence are given. മാർക്സ് ഒക്കെ സ്കോർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ട് അടിച്ചു മിനിച്ചങ്ങ് എഴുതി പോവാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. If you pay for it, it won't be scholarship jacket. The words of the grandfather made the principal revisit his earlier decision, and Martha was awarded the scholarship jacket. Martha narrated the incidents to her sister Rosie. Prepare the likely narration. Okay, so this is a narration. ഇവിടെ എന്തുകൊണ്ടാണ്, what can be the difference between a write-up and a narration? രണ്ടും നമുക്ക് വിചാരിക്കുമ്പോൾ 7 മാർക്കിൻ്റെയാണ്, നമ്മളിങ്ങനെ ഭീകരമായിട്ട് ഘോരം എഴുതി പോകേണ്ട സാധനങ്ങളാണ്. ശരിയാണ്, പക്ഷെ എങ്ങനെയാ, ഹൗ ഇസ് എ നറേഷൻ ഡിഫറെൻറ്റ് ഫ്രം റൈറ്റപ്പ്? എങ്ങനെയാ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവിടെ നമ്മൾ നറേഷനിൽ നമ്മൾ മേജറായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് വിത്ത് ദി സ്റ്റോറി ഇറ്റ് സെൽഫ്. സ്റ്റോറി തന്നെയാണ് നറേറ്റ് ചെയ്ത് പോകുക. അതായത് മാർത്ത അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവളുടെ സ്റ്റോറി നറേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റോറീസ് വരണം, ക്യാരക്ടേഴ്സ് വരണം, സ്റ്റോറിയുടെ സെറ്റിംഗ് വരണം, ഏതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇത് നടന്നിട്ടുള്ളത് എന്നൊക്കെ വരണം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇവാലുവേഷൻ, പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കാണുമ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലല്ല നമ്മുടെ സ്റ്റോറീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാര്യം പിടികിട്ടുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് ക്ലിയർ വിത്ത് ഇറ്റ്? റൈറ്റപ്പും നറേഷനും തമ്മിലുള്ള ഡിഫറൻസസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ്. ഹിയർ ഓൾസോ യു ആർ ഗിവൻ വിത്ത് ദിസ് ഹിൻസ്. ഇവിടെ hints ഉണ്ട്. Desires to win the scholarship jacket. Over here's conversation between the teachers. Asks pay $15, refuses to pay, and principal reviews the decision. ഓക്കെ, അപ്പം അവിടെ നമ്മുടെ നറേഷൻ ആണ്, കേട്ട കഥയാണ് നമ്മൾ നറേറ്റ് ചെയ്യുന്നത്, നറേറ്റ് ചെയ്യാണ്, വിവരിക്കുകയാണ്. അവിടെ നമ്മുടെ ഇവാലുവേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിനെ കൊണ്ടുവരികയോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഓൾ വിത്ത് ദി റൈറ്റപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കംസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഡിസ്കോഴ്സിലേക്ക് നമുക്ക് പോവാം. Answer any one of the following about 120 words. Okay. In the adventures of banyan tree, Ruskin Bond transports us to the nature where various creatures indulge in unending activities, and the boy, the protagonist, gets immersed in them. Prepare a review of the story. So the next question is like preparing a review. So how is it review different from write-up, narration and review? What is the difference between all these things? But narration and write-up and the difference, I think it is already clear. Okay. Any, appo anganeyaanenkil what will be the difference? I mean, what will be the difference between review and write-up, അല്ലെങ്കിൽ review and narration? എന്താണ് what is the difference? എന്താ review എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Review.
രണ്ടാമത് വ്യൂ ചെയ്യുക. വ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം വ്യൂ ചെയ്യുന്ന ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ കാണുകയാണ്. ബട്ട് ദിസ് ഇസ് റിവ്യൂയിങ്, രണ്ടാമത് ഒന്നും കൂടെ കാണുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത് യു ഹാവ് സീൻ വൺ പിക്ചർ, ഒരു ഫിലിം നിങ്ങൾ പോയി കണ്ടിട്ട് വന്നു. രണ്ടാമത് നിങ്ങൾ ആ പടം കാണുക. എന്തായിരിക്കും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ഒരു പ്രാവശ്യം നിങ്ങളൊരു മൂവി കണ്ടിട്ട് വന്നു, രണ്ടാമത് നിങ്ങൾ പോയിട്ട് ആ മൂവി കാണുക, സെയിം മൂവി കാണുക. ആദ്യത്തേതിൽ നിന്നും രണ്ടാമത്തേതിന് എന്തായിരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാവുക? വിൽ ദർ ബി എനി ഡിഫറൻസ്? എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? ഡെഫിനറ്റ്ലി ആദ്യം നമ്മൾ കണ്ടത് വെറും ഒരു എൻജോയ്മെന്റിന്റെ പേർപ്പസ് ആയിരിക്കും, എന്റർടൈൻമെന്റിന്റെ പേർപ്പസ് ആയിരിക്കും. രണ്ടാമത് നമ്മൾ കാണുമ്പോഴേക്കും കുറച്ചും കൂടെ എവിടേക്കാ തെറ്റുപറ്റി, അല്ലെങ്കിൽ അവിടെ എന്താ അങ്ങനെ വന്നേ, ആ ഒരു ചിന്ത നമ്മളിൽ വരും. അപ്പം ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റിവ്യൂയിങ്. രണ്ടാമതൊന്നും കൂടെ വ്യൂ ചെയ്യുക. സോ ദാറ്റ് കംസ് വിത്ത് കുറച്ചും കൂടെ ഒരു ബിറ്റ് ഡീറ്റെയിലിംഗ് അവിടെ വരും. സോ വെൻ യു ആർ റൈറ്റിംഗ് എ റിവ്യൂ, യു ഷുഡ് ഹാവ് ദി ഫസ്റ്റ് പാർട്ട് ഷുഡ് ബി വിത്ത് ദി ഇൻട്രോ. ഓക്കെ, ആദ്യം നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിരിക്കണം. ആ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വരണം? ടൈറ്റിൽ ഷുഡ് ബി ദ ആൻഡ് ഓതർ ഷുഡ് ഓൾസോ ബി ദ. ടൈറ്റിൽ, ഓതർ, ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. Then your opinion can also be placed. Then next comes second paragraphil. Second parayil എന്തൊക്കെ വേണം? സ്റ്റോറി. Then comes characters. സ്റ്റോറി വരണം, ക്യാരക്ടേഴ്സ് വരണം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സമ്മറിയും കൂടെ എന്തിൽ വരണം? സെക്കൻഡ് പാരഗ്രാഫിൽ വരണം. വെൻ യു ആർ റൈറ്റിംഗ് എ റിവ്യൂ, സമ്മറിയും അവിടെ പ്ലേസ് ചെയ്തു. വാട്ട് കംസ് ദർ ഇൻ ദ തേർഡ് പാരഗ്രാഫ്? ദാറ്റ് ഈസ് എ പേഴ്സണൽ റിഫ്ലക്ഷൻ. അതായത് നിങ്ങൾ പേഴ്സണലി എങ്ങനെ അതിനെ കാണുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പേഴ്സണൽ തിങ് ദാറ്റ് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾ എന്താണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പേഴ്സണൽ റിഫ്ലക്ഷൻ, പേഴ്സണലി നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവിടെ പ്രേസ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആഡ് സം കമ്പാരിസൺസ്, മറ്റേതെങ്കിലും സ്റ്റോറിയായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ തേർഡ് പാരഗ്രാഫ് ഇസ് ഓൾസോ ഓവർ. ദെൻ നെക്സ്റ്റ് കംസ് ഫോർത്ത് പാർട്ട്. ഇറ്റ് ഈസ് ദി ക്രിട്ടിക്കൽ അനാലിസിസ് പാർട്ട്. അതായത് അവിടെ നിങ്ങളുടെ സ്റ്റോറിനെ നിങ്ങൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാണ്. ആ സ്റ്റോറി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ, ഒരു വിമർശനാത്മകമായിട്ട് രീതിയിൽ യു ഹാവ് ടു അപ്രോച്ച് ദി സ്റ്റോറി. അപ്പോൾ അവിടെ എന്തൊക്കെ വരണം? സെറ്റിംഗ് വരാം, എന്തെങ്കിലും ഡിവൈസസ്, പ്രത്യേക പോയിന്റ് ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതുമല്ല, എന്താണ് അതിൽ നമുക്ക് സസ്പെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തീമുകൾ, പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും തീംസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എവിടെ പ്ലേസ് ചെയ്യാം? നമ്മുടെ ഈ ഒരു ഫോർത്ത് കാറ്റഗറി ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കൊടുക്കാം. ദെൻ കംസ് എന്ത് കൊടുക്കാം? ലാസ്റ്റ് വൺ ഇസ് ദി കൺക്ലൂഷൻ. കൺക്ലൂഷൻ കൊടുക്കാം. അവിടെ എന്തൊക്കെ കൊടുക്കാം? ലാസ്റ്റ് നിങ്ങളൊന്ന് ഫൈനലി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആ ഒരു കൺക്ലൂഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ റിവ്യൂ എന്ന് പറയുമ്പോഴേക്കും ദീസ് ഓൾ തിങ്സ് ഷുഡ് ബി ദർ. ഓക്കെ, റിവ്യൂ ആണ്. റിവ്യൂവിന് എന്തൊക്കെ പോകണം? വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ എ റിവ്യൂ? ഇൻട്രൊഡക്ഷൻ വിച്ച് ഇസ് ഹാവിംഗ് ദി ടൈറ്റിൽ വേണം, ഓതറിന്റെ പേരും കൊടുക്കുക. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മുടെ സ്റ്റോറി, നമ്മുടെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി കൊടുക്കുക. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മുടെ പേഴ്സണൽ റിഫ്ലക്ഷൻ, പേഴ്സണലി നിങ്ങൾ എങ്ങനെ അതിനെപ്പറ്റി ഫീൽ ചെയ്യുന്നു, എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ വേറൊരു സ്റ്റോറി ആയിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. ദെൻ ക്രിട്ടിക്കൽ അനാലിസിസ്, അവിടെ എന്തൊക്കെ വരാം? തീം കൊടുക്കാം, എന്തെങ്കിലും ലിറ്റററി ഡിവൈസസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഫൈനൽ വൺ ഇറ്റ് ഇസ് ദി കൺക്ലൂഷൻ. ഓൾ റൈറ്റ്. സോ അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇറ്റ് ഇസ് ദർ വെരി ഈസി ഫോർ യു ടു റിവ്യൂ ദാറ്റ്. ഹിൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് യു ഹാവ് ടു ക്രിയേറ്റ് എ വെരി ഓസം റിവ്യൂ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വണ്ണിലേക്ക് പോകണം. വൺ മോർ ക്വസ്റ്റ്യൻ ഇസ് ഗിവൻ ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The story Scholarship Jackets delineates how hard work and determination can bring success to a person's life. In the light of the reading of the story, prepare a write-up on the topic. Strong determination and hard work is the key to success. അപ്പോൾ നമ്മുടെ ചോദ്യം വീണ്ടും again it is of write-up നമ്മൾ എങ്ങനെ വേണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകെപ്പാട് ശ്രദ്ധിക്കാനുള്ളത് വാട്ട് ഇസ് എ തീം ഫോർ റൈറ്റപ്പ്. നമ്മുടെ ഹെഡിങ് വരേണ്ടത് എവിടെയാണ് എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ഇസ് എ കീ ടു സക്സസ്. നല്ലോണം പണിയെടുക്കാൻ വേണം, എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു കോൺഫിഡൻസ്, അതാണ് നിങ്ങളെ വിജയത്തിലേക്ക് എപ്പോഴും നയിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ ടോപ്പിക് ദാറ്റ് യു ഹാവ് ടു ഡീൽ വിത്ത്. അപ്പോൾ ടൈറ്റിൽ അത് തന്നെ കൊടുക്കാം. ഇൻട്രോ ഷുഡ് ബി ദർ. പിന്നെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്, നമ്മുടെ ആ ഒരു സ്റ്റോറി തന്നെത്താൻ അവിടെ സമറി കൊണ്ട് എഴുതി വെക്കരുത്. ഇറ്റ് ഷുഡ് ബി ഫ്രം ആൻ ഇവാലുവേറ്റീവ്
പോയിന്റ് ഓഫ് വ്യൂ. റൈറ്റ് അപ്പ് അങ്ങനെ പ്ലേസ് ചെയ്യാം. സം ഹിൻസ് ആർ ഓൾസോ ഗിവൺ. നമുക്ക് അറിയുന്ന ചാപ്റ്റർ ആണ്, ഹിൻസ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങളുടെ എന്ത് പ്ലേസ് ചെയ്യാം, നിങ്ങളുടെ റൈറ്റ് അപ്പ് പ്ലേസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഓഫ് 7 marks. അപ്പം മാർക്കിനനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. 120 words എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ജസ്റ്റ് ഗോ എക്സീഡിങ്. അതിനേക്കാളും കൂടുതൽ പിന്നെ ഒരു 240 words എടുത്ത് വെച്ചെന്ന് വിചാരിച്ച് യു വോണ്ട് ഹാവ് എനി മോർ മാർക്സ്. കൂടുതൽ മാർക്ക് കിട്ടുമെന്നില്ല, കുറച്ചുകൂടെ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ. ബട്ട് തന്നിരിക്കുന്ന വേർഡ് ലിമിറ്റിൽ നിങ്ങളുടെ പോയിന്റ്സ് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Answer any two of the following. Each question carries 5 marks. Upon the question, the American roommate was really surprised after the meeting with Adichie. She jots down her feelings in the diary, prepare a likely diary entry. Okay. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ അഡീച്ചിയുടെയും ഒക്കെ ആ ഒരു ചാപ്റ്ററാണ്. അമേരിക്കൻ റൂംമേറ്റ്സ് വന്നിട്ടുണ്ടാവും. ആ അമേരിക്കൻ റൂംമേറ്റ് അഡീച്ചിനെ മീറ്റ് ചെയ്തതിന് ശേഷം അവർക്കുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഡയറിയിൽ കുറിച്ചിടുകയാണ്. So what should be the thing? ആദ്യം നമ്മൾ പോകുന്നത് it should be the diary entry. Okay? അപ്പോൾ നമ്മൾ ഡയറി എൻട്രിയിലേക്കാണ് പോകുന്നത്. What is the feature of a diary entry? What all things should be there in the diary entry? Day, date and time. ഇത്രയും കാര്യങ്ങൾ ഇറ്റ്സ് എ മസ്റ്റ് തിങ് ഇൻ എ ഡയറി. ഡേ, ഡേറ്റ് ആൻഡ് ടൈം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ. അതായത് യു സീം ലൈക്ക് യു ആർ ദാറ്റ് അമേരിക്കൻ റൂംമേറ്റ്. നിങ്ങളാണ് ആ ഒരു പെർട്ടിക്കുലർ ആള് എന്നുള്ള രീതിക്ക് വേണം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങളാണ് ആ ഒരു അമേരിക്കൻ റൂംമേറ്റ്, നിങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസോ. ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ വളരെയധികം സർപ്രൈസ്, ഭയങ്കര സങ്കടപ്പെട്ട ഒരു ഡയറി ആയിരിക്കില്ല. കാരണം ഷീ ഈസ് റിയലി ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ്. അപ്പോൾ ആ രീതിക്ക് വേണം, ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം നിങ്ങളുടെ ഈ ഒരു ഡയറി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ് because you know the chapter already. Next, the English club of your school has decided to stage one-act play, The Never Never Nest. Being the convener of the club, you are asked to prepare a notice, draft the notice. Yet another one, notice and notice writing. So what should be the format of a notice? And that notice in the format, what is the format of a notice? Okay, then we have to place the school's name. സ്കൂളിൻ്റെ നെയിം കൊടുത്തു. തൊട്ട് താഴെയായിട്ട് again you have to place it as notice എന്നൊരു ടൈറ്റിൽ വന്നു. Then next comes the date നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഈ സ്ഥലത്ത് ഡേറ്റ് വന്നു. Then next comes the title. എന്താണ് ടൈറ്റിൽ? അതായത് if it is like ഇംഗ്ലീഷ് ക്ലബ് ഇനാഗുറേഷൻ അല്ലെങ്കിൽ സ്റ്റേജിങ് ഓഫ് ദ പ്ലേ ദ നെവർ നെവർ നെസ്റ്റ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്തു. Then it is like dear friends കൊടുത്തു. Then you will start writing your play. Content എഴുതി തുടങ്ങുകയാണ്. So this is to inform you that our school is staging this play so and so, never never nest. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം? ഈ ഒരു കോണ്ടന്റ് ഭാഗത്ത് what all things should be included? എന്താണ്? Date, at what date it is going to be conducted, and then time should be mentioned, at what time it is going to be held. ഏത് ടൈമിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൊടുക്കുക. Then the next thing is that about details about the chief guest. ഏതെങ്കിലും ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നെവർ നെവർ നെസ്റ്റ് പ്ലേ ചെയ്യാൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ ഒരു ആക്ടറോ ആണ് ചിലപ്പം അത് വന്ന് ഇനാഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും ചീഫ് ഗസ്റ്റിൻ്റെ പേരും അവിടെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മുടെ കോണ്ടന്റ് നമ്മളവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഹിയർ കംസ് another one. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ഹിൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ടൈം, ഇവിടെ നമ്മൾ ടൈം കൊടുത്തിട്ട് വി വിൽ ബി മെൻഷനിങ് ദ ടൈം അഗെയിൻ, ഡേ ആൻഡ് ദെൻ വെന്യൂ. ഈ ഒരു സംഭവം നമ്മൾ പിന്നെ എഴുതാറുണ്ട്. അപ്പം വി മേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇവിടെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ എന്ത് കാണിക്കാനാണ് ഇവിടെ ഇതുപോലെ ഹിൻസ് ആയിട്ട് കൊടുക്കുന്നത്? പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താ കാര്യം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് നമ്മൾ ആരും ഒരു നോട്ടീസ് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ തെരഞ്ഞു പിടിച്ച് വായിക്കാൻ പോകില്ല. നമുക്ക് എന്താ ആദ്യം അറിയേണ്ടത്? എന്തിനെ പറ്റിയിട്ട് ഈ ടൈറ്റിൽ നമ്മളൊന്ന് നോക്കും, എന്താ സംഭവം എന്ന് നോക്കും. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഇഫ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഫോർ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് എവിടെയാ, സ്ഥലം എവിടെയാ, ഏത് ദിവസം, ഏത് സമയത്താണ്, ഇത്തരം കാര്യങ്ങൾ നോക്കാൻ നിൽക്കുള്ളൂ. അതല്ലാണ്ട് ഇത് മുഴുവൻ ഇരുന്ന് അരിച്ചു പെറുക്കി വായിക്കാമെന്ന് നമ്മൾ മെനക്കെടാറില്ല. സോ അതുകൊണ്ടാണ് വി ആർ ജസ്റ്റ് ഗിവിംഗ് ദി ഹിൻസ് ലൈക്ക് ദിസ് ആൻഡ് കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ്. അടുത്തത് ഇത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ കൊടുക്കുക?
ലാസ്റ്റ് ഇവിടെ ഈ കോർണറിലേക്ക് റൈറ്റ് ഈ ഒരു കോർണറിൽ ടുവേർഡ്സ് ദി മാർജിൻ വിൽ ബി പ്ലേസിങ് ദി പ്രൊഡ്യൂസേഴ്സ്, അതായത് ആരാണ് ഈ ഒരു നോട്ടീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എന്താണ്, ഇറ്റ്സ് ദി ആർട്സ് ക്ലബ് സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ് സെക്രട്ടറി. സോ അദ്ദേഹമാണ് ഹീസ് പ്ലേസിങ് ദിസ്, അല്ലെങ്കിൽ കൺവീനർ ആണ്, ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ ആണ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ബൈ ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ. സോ ദാറ്റ് ഈസ് ഓൾസോ ഡൺ. ഇറ്റ് ഈസ് ഓഫ് 5 മാർക്സ്. 5 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആണ്. ഈ പറഞ്ഞ ഫോമാറ്റ് തന്നെ റെഡി ആയി കഴിഞ്ഞാൽ റെഡിയായി. പിന്നെ ഇതിൻ്റെ ഒരു യൂഷ്വൽ ഫോമാറ്റ് ഉണ്ട്, ഇറ്റ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പൊതുവേ തുടങ്ങാറുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ ആ കോണ്ടന്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ശുഭമായിട്ട് അല്ലെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് 5-6 മാർക്ക് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോരും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് എഴുതി തീർക്കുക. അറിയുന്ന കാര്യങ്ങൾ വേഗം എഴുതി തീർത്ത് നിങ്ങൾക്ക് സമയം ആവശ്യമുള്ളൂ ചിന്തിച്ച് എഴുതേണ്ട സ്ഥലത്തേക്കൊക്കെ കുറച്ചും കൂടി ടൈം അവിടേക്ക് കൊടുത്തിടുക. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഓൾസോ ഓവർ. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Martha's joy knew no bounds when she received the scholarship jacket. She wrote a letter to her friend describing the events. Write the likely letter. So it's a letter. നമ്മുടെ മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയപ്പോഴേക്കും ഷി വാസ് റിയലി ഹാപ്പി. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് അവളൊരു ലെറ്റർ എഴുതുകയാണ്. ലെറ്റർ ഇസ് ടു എ ഫ്രണ്ട്. സോ വാട്ട് ഇസ് ദ ഫോമാറ്റ്? ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കോഴ്സ് കിട്ടി കഴിഞ്ഞാൽ ഫോമാറ്റാണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. പിന്നെയാണ് എന്ത് കോണ്ടന്റിലേക്ക് പോകും, എന്താണ് അവിടെ കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പം എന്താ, വാട്ട് ഇസ് ദ ഫോമാറ്റ്? Format of a formal letter, not a formal letter, format of an informal letter. Okay, informal letter ന്റെ ഫോമാറ്റ് ആണ് അവിടെ വരുന്നത്. എന്താ ഫസ്റ്റ് വൺ വരേണ്ടത്? What should be the first one? എവിടെതാ? From address. It should have the from address. ഈ from addressൽ the name is not necessary. അതായത് നെയിം വെച്ച് തുടങ്ങണമെന്നല്ല, യു ക്യാൻ ജസ്റ്റ് പ്ലേസ്. ഇപ്പം നമ്മൾ ഈ ഫ്രം എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പണ്ട് എഴുതിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. ഈ ഫ്രം കൊടുക്കുന്നതിന് പകരം നമ്മൾ അഡ്രസ് അങ്ങോട്ട് പ്ലേസ് ചെയ്താൽ മതി. വിതൗട്ട് നെയിം ക്യാൻ ബി ഗിവൻ. ദെൻ നെക്സ്റ്റ് കംസ് ഡേറ്റ് നമ്മൾ പ്ലേസ് ചെയ്തു. ദെൻ വിൽ ജസ്റ്റ് ഗോ ഫോർ ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരാ പറഞ്ഞ് നമ്മൾ പ്ലേസ് ചെയ്തു. നമ്മുടെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. തുടക്കത്തിലെ ആദ്യത്തെ 1-2 ലൈനിൽ ഒരു കുശലാന്വേഷണം, ഹൗ യു ആർ ഡൂയിങ് വെൽ, ഹൗ യുവർ സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ എന്ന് ചോദിച്ചിട്ട് 2 കുശലാന്വേഷണമൊക്കെ ചോദിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്ത് വരേണ്ടത്, നമ്മുടെ മേജർ കോണ്ടന്റ് പാർട്ട്. അവിടെ മേജർ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് എക്സ്പ്രസിങ് ഹർ ഹാപ്പിനെസ്. അപ്പം ഞാനത് എഴുതുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്നെ അറിയിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മുടെ ഈ കോണ്ടന്റ് ഭാഗം കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് ടുവേർഡ്സ് ദി ലാസ്റ്റ് എൻഡ് നമുക്ക് പിന്നെയും ഒരു ലൈനിൽ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി, hope you will write a reply for me എന്നൊക്കെ പറഞ്ഞിട്ട് you have to conclude the letter. And then towards the end അതും ഈ മാർജിനോട് ചേർന്ന് തന്നെ എന്ത് പ്ലേസ് ചെയ്യണം, yours lovingly Martha. Okay, yours lovingly Martha. Clear ആയോ formal letter? And we have the informal letter. This is informal letter. And we have the format of formal letter too. നമുക്ക് അത് വരുമ്പോഴേക്കും we'll discuss about that too. Okay. ഇനി നമുക്ക് എന്നാൽ നെക്സ്റ്റിലേക്ക് പോയാലോ? Shall we go for the next one? എന്താ ഇവിടെ സംഭവിക്കുന്നത്? It is about that conversation. Ali lost his shoes and he started searching for it everywhere. Zara became very sad and when she heard about it, prepare the likely conversation between Zara and Ali. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു സാധനമാണ്, പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എ കോൺവെർസേഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് സം ഡയലോഗ് തിങ്സ്, അതായത് 5 ഡയലോഗ്സ് അല്ലെങ്കിൽ ഒരു 7 ഡയലോഗ്സ് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ലിമിറ്റ്. അതിന് തന്നെ തീർക്കാൻ നോക്കുക. പിന്നെ ഒരു ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിക്ക് വേണം യു ഹാവ് ടു പ്ലേസ് ദി ആൻസേഴ്സ്. അതല്ലാണ്ട് ചോദ്യം എന്തോ രണ്ടാമത് ആൻസർ വേറെന്തോ വരുന്ന രീതിക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺവെർസേഷൻ ഇറ്റ് വിൽ ബി ആട്ട് എ ബുൾഷിറ്റ്. ഒരു വൃത്തിയില്ലാണ്ട് ഒരു നോൺസെൻസിക്കൽ ആയിട്ടായിരിക്കും നമ്മുടെ എന്തായിട്ട് പോവുക നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് പോവുക. സോ അത് എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വാട്ട് ഹാപ്പൻസ് അതർവൈസ് നമ്മുടെ കോൺവെർസേഷൻ ഒരു ലോജിക്ക് ഇല്ലാണ്ട് പോകും. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ മക്കളെ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിന്ന് ചോറ് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവോ? നമ്മുടെ കോൺവെർസേഷൻ നന്നായിട്ട് പോവോ? നോ. അപ്പം എന്ത് ചെയ്യണം? സോ യു ഹാവ് ടു പ്ലേസ് ഇറ്റ് ലൈക്ക് വൈസ്. ഇനി അത് തന്നെ അടുത്തത് പോവാം. നെക്സ്റ്റ് വൺ ഈസ് കോൺവെർസേഷൻ, നമ്മൾ നോക്കി ഓൾറെഡി. ഇനി നെക്സ്റ്റ് കംസ്
English club of your school has decided to lead a campaign against drug abuse. Prepare a notice inviting students, teachers, and parents to participate in a campaign. Again, it is a format of a notice. Notice in a school in the title, then notice in the title, date, title of the notice. എന്താണ് കാര്യം ടൈറ്റിൽ വരുന്നത്? നമ്മുടെ dear friends invitation പോലെ കൊടുക്കുക, നോട്ടീസ് ആണ്. You have to invite them. And ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്കും ഹിംസ് കൊടുക്കുക. ഏത് ടൈമിലാണ്, at what particular time, ഏത് ടൈമിലാണ്, അല്ലെങ്കിൽ at what day and the venue, എവിടെ വെച്ചാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ പ്ലേസ് ചെയ്യുക. Towards the end, just give the name of the producer. Okay. So that is all about this notice. And the next one, it is also a diary entry. And she went to Fide's house and was quite surprised to see the beautiful patterned basket made by his brother. And she never thought that anybody in his family could actually make something. She jotted down her thoughts and feelings in her diary that night, prepare a likely diary entry. അപ്പം ഫിഡയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം she was really surprised and shocked. അപ്പം അന്നത്തെ ദിവസത്തെ അവളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു വണ്ടർമെൻറ്റ് ഫീലിംഗ് വെച്ചിട്ടുള്ള ആ ഒരു ഡയറി നോട്ട് ഡൗൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഡയറി, ഡേ ആൻഡ് ടൈം, ദെൻ നിങ്ങൾ എഡിറ്റ് ആണെന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങളുടെ നിങ്ങളുടെ ഡയറി അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക. ദെൻ നെക്സ്റ്റ് കംസ് answer any three of the following questions. Each carries 6 marks. Okay, it's a paragraph writing. Aditya's experiences reveal the truth that single stories make stereotypes. Prepare a paragraph on the danger of single stories in the light of her experience. അപ്പം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പോർഷൻ സമ്മറിയിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു സാധനമാണ് ക്രിയേഷൻ ഓഫ് ദ സ്റ്റീരിയോടൈപ്സ്. അതായത് സിംഗിൾ സ്റ്റോറീസ് എപ്പോഴും സ്റ്റീരിയോടൈപ്സിനെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ മറ്റേ സീരിയലിൻ്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സീരിയലിൽ നമ്മൾ മറ്റു കുറേ ആഭരണങ്ങളൊന്നും ഇല്ലാത്തൊരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ വി ഫീൽ ലൈക്ക് അതിലൊന്നുമില്ല, ഈ രസമല്ല. അപ്പം എപ്പോഴും സിംഗിൾ സ്റ്റോറീസ് ഒരു സ്റ്റീരിയോ ടൈപ്പ്, അതായത് അങ്ങനെ ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. പാരഗ്രാഫ് ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറീസ്. അപ്പം ഇവിടെ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന ചാപ്റ്ററിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദി പാരഗ്രാഫ് റൈറ്റിംഗ്. ഓക്കെ, എങ്ങനെയാണ്, ഹൗ ഇസ് ഇറ്റ് കൺവേഡ്. അപ്പോൾ ഈ സാധനം എന്താണ്, സിംഗിൾ സ്റ്റോറീസ് മേക്ക് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അല്ലാതെ സ്റ്റീരിയോ ടൈപ്പ് എന്താ, സിംഗിൾ സ്റ്റോറി എന്താണെന്ന് അറിയാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് ദ പാരഗ്രാഫ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം യു ഹാവ് ടു ഗോ ഫോർ ദി പാരഗ്രാഫ്. സിംഗിൾ സ്റ്റോറി എന്താ, സ്റ്റീരിയോ ടൈപ്പ് എന്താണ് അഡീച്ചിയുടെ ലൈഫ് എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ സിംഗിൾ സ്റ്റോറീസിന് പ്രാധാന്യം കൊടുത്തിരുന്നത്, വൈ ഈസ് ഇറ്റ് സോ എന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വെച്ചിട്ട് വേണം യു ഹാവ് ടു പ്ലേസ്. ഓക്കെ, next one is the ups and downs in the life of Mr. John and the anecdote, the best investment I ever made instilled in him a desire to work for the delinquent youth. Prepare the character sketch of John. Character sketch ആണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഫിസിക്കൽ ക്യാരക്ടർ സ്കെച്ചുകൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിലൊക്കെ പറയുന്നുണ്ട്. ദെൻ ഹിസ് ബിഹേവിയറൽ, എങ്ങനെയുള്ള ആളായിരുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ യൂത്തിനെ പറ്റി, ചെറുപ്പകാലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആൻഡ് ഹൗ ഇസ് ഹീ നൗ, ഹീസ് എ സോളിസിറ്റർ നൗ. ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് വേണം എന്താക്കണം, നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴേക്കും യു ഹാവ് ടു മെൻഷൻ ദറ്റ് ഇന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഇന്ന ക്യാരക്ടറാണ് ഇത് എന്നുള്ള രീതിക്ക് വേണം നിങ്ങൾ ഈ പറഞ്ഞ സംഭവം പ്ലേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് prepare a questionnaire to interview the renowned storyteller and writer Chimamanda Ngozi Adichie for the school magazine. Minimum 6 questions. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യനെയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മെയിൻലി 6 questions ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ഇപ്പം നിങ്ങളൊരു ഉത്തരം ചോദിച്ചു ആൻഡ് ദ ആൻസർ ഇസ് ലൈക്ക് യെസ് അല്ലെങ്കിൽ നോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നീട് കൂടുതലായിട്ടൊരു വാല്യൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് പറഞ്ഞു പോകാൻ അതിനെപ്പറ്റി ഒന്നും കിട്ടത്തില്ല. സോ എപ്പോഴും നിങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതായത് അവർക്ക് പറഞ്ഞ് അതിനെപ്പറ്റി സംസാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങളുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനേഴ്സിൽ എപ്പോഴും ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഉള്ളത് യു ക്യാൻ ജസ്റ്റ് ആസ്ക് അബൌട്ട് ദർ ഫ്യൂച്ചർ തിങ്സ്, ദർ അച്ചീവ്മെൻറ്റ്സ്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ പൊതുവേ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കാറുള്ള ഇറ്റ് ഇസ് ദ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ വെരി ബ്യൂട്ടിഫുൾ വൺ. നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് ആ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇനി
നെക്സ്റ്റ് കംസ് പ്രൊഫൈൽ റൈറ്റിംഗ്. എപ്പോഴും വളരെ കോമൺ ആയിട്ട് കാണാറുള്ളതാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഹിൻസ് തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു മേക്ക് എ ടൈറ്റിൽ. ആദ്യം കൊടുക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ദി ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ പോയിന്റ്സ് ഇവിടെ തന്നിരിക്കുന്ന ആ പോയിന്റ്സ് ക്രൊണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ഹിൻസ് അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി എ സെൻറ്റൻസ്. നമ്മുടെ കൺജങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രിപ്പോസിഷൻസ് ഒക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്ത് വെച്ച് ചെയ്തിട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ്. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കുറച്ചുകൂടെ അറിയാം, WBEDസിനെ പറ്റി നിങ്ങൾക്ക് യു നോ സംതിങ് മോർ, ദാറ്റ് ക്യാൻ ഓൾസോ ബി ആഡഡ് വിത്ത് ഇറ്റ്. അതിനെ കുറച്ചുകൂടെ നിങ്ങൾക്കത് പ്ലേസ് ചെയ്ത് കുറച്ചുകൂടെ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വെൻ യു ആർ റൈറ്റിംഗ് a profile. Okay, and the next one is, so the next one is like profile കഴിഞ്ഞു. അടുത്തത് വരുന്നത് the news of Martha receiving the scholarship jacket appeared in the newspapers and the next day prepare a likely news report. It's a news report. ന്യൂസ് റിപ്പോർട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം? എന്താ ന്യൂസ് റിപ്പോർട്ടിൽ ആദ്യം വരേണ്ടത്? ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ അല്ലേ? നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലൊക്കെ എപ്പോഴും ആദ്യം വരേണ്ടത് ഇറ്റ് ഷുഡ് ബി ദ ടൈറ്റിൽ. ടൈറ്റിൽ വന്നു, ഹെഡിങ് നമ്മൾ കൊടുത്തു. ആൻഡ് ഹെഡിങ്ങിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാച്ചി ആയിരിക്കണം. പെട്ടെന്ന് ആൾക്കാർക്ക് കാണുക. നമ്മൾ സാധാരണ ഒരു രസമില്ലാത്ത ടൈറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വായിക്കാൻ നിൽക്കുക പിന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈറ്റിൽ ഇറ്റ് ഷുഡ് ബി ക്യാച്ചി. ദെൻ നെക്സ്റ്റ് കംസ് ദ സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം. Staff reporter's name, then the place, then you will start with the content. And the first line എന്ന് പറയുന്നത് it should be somehow related to the first title ആയിട്ട് ബന്ധപ്പെട്ട രീതിക്ക് വേണം. പിന്നെ ഈ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് പാർട്ടിലേക്ക് വരുമ്പോൾ what all questions should be answered? What, എന്താ സംഭവിച്ചത്? When, എപ്പോഴാ സംഭവിച്ചത്? And where, എപ്പോൾ സംഭവിച്ചു? And how, എങ്ങനെ സംഭവിച്ചു? Then why, എന്തുകൊണ്ട് സംഭവിച്ചു? All these questions should be answered in the content part. അല്ലെങ്കിൽ ആർക്ക് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പറയുന്ന ഒരു ഭാഗത്ത് ആൻസർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഓൺലി ഇറ്റ് വിൽ ബിക്കം ആൻ ആക്ച്വൽ ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം, പ്ലേസ്, ദെൻ ടൈറ്റിൽ വിത്ത് ഓൾ ദീസ് കോണ്ടന്റ്സ്. ഓക്കെ, നൗ ഷാൽ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ നോക്കിയേ നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് കഴിഞ്ഞു തന്നെ എടുത്ത് നോക്കിയാൽ നമ്മൾ വി ആർ ജസ്റ്റ് കമ്മിങ് ടു ആൻ എൻഡ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡിസ്കോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സോ ദിസ് ഇസ് ഓൾസോ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്താസ് ഗ്രാൻഡ് ഫാദർ. എങ്ങനെയുള്ള ഒരാളായിരുന്നു ഗ്രാൻഡ് ഫാദറിനെ പറ്റി? നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും നമ്മുടെ ഇതിൽ കാണാറില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാറില്ല. ഹി ഈസ് ഓൾമോസ്റ്റ് എ സൈലന്റ് മാൻ. ഹി ഡസൻറ്റ് നോ എനി അതർ ലാംഗ്വേജസ് ബട്ട് സ്റ്റിൽ ഹി വാസ് എ വൈസ് പേഴ്സൺ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിക്കും. കാരണം അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ സെൻറ്റൻസിൻ്റെ പുറത്താണ് നമ്മുടെ മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ നമുക്ക് ഒരുപാട് പരിചയമൊന്നും ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയ ലെവലിൽ വെച്ചിട്ട് യു ഹാവ് ടു പ്ലേസ് യുവർ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് കംസ് prepare a narrative of the incidents that led to the transformation of Mr. John from the delinquent youth to a philanthropist. അഗെയിൻ ഒരു നറേറ്റീവാണ്, നറേഷനാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ടോപ്പിക്ക് വന്നിട്ടുള്ളത്? നമ്മുടെ മിസ്റ്റർ ജോൺ എങ്ങനെയാണ് ഒന്നും ചെയ്യാത്ത ഒരു ഡെലിക്വൻറ്റ് യൂത്ത്, അതായത് എപ്പോഴും കുറ്റമൊക്കെ ചെയ്യാൻ വാസനയുള്ള ഒരു കുട്ടിയിൽ നിന്ന് ഒരു വളരെ നല്ലൊരു മനുഷ്യൻ, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ്, അതായത് ആൾക്കാർക്കൊക്കെ സഹായമൊക്കെ ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടത്. അതിൻ്റെ ഒരു നറേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൗ വിൽ യു നറേറ്റ് ആ ഒരു സ്റ്റോറിയുടെ നറേഷൻ? ആ സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. ആ സ്റ്റോറിയുടെ നറേഷനാണ് അവിടെ വരേണ്ടത്. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് അപ്പ്. അവിടെ ഇവാലുവേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ അല്ല വരേണ്ടത്. സ്റ്റോറി നറേഷൻ, ക്യാരക്ടേഴ്സ്, അതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണ് ഓരോന്ന് ഡീൽ ചെയ്ത ഫൈനലിലേക്ക് എത്തുന്നത് എന്നുള്ള നറേഷനാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ്, അടുത്തത് എന്താ നമുക്ക് വരുന്നത്? ഇവിടെ നമുക്ക് നറേഷൻ ഒന്നാമത് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കംസ് ദ നോവലിസ്റ്റ് ആൻഡ് ഫെമിനിസ്റ്റ് campaigner Chimamanda tells us that she enjoyed her childhood full of laughter and love. And in a very close-knit family, after reading the speech, you decide to interview her. Again, interviewing Chimamanda. We have already discussed that. എന്തൊക്കെയാണ് ഇന്റർവ്യൂസിന് വേണ്ടത് എന്നുള്ളത് we have already said. ഇനി again, it is a newspaper report. A journalist made a report on the life and welfare activities of Mr. John. അതായത് മിസ്റ്റർ ജോൺ ചെയ്തു വരുന്ന നല്ല നല്ല പ്രവൃത്തികളെ പറ്റിയിട്ട് ഒരു ജേർണലിസ്റ്റ് he has made a newspaper report. എങ്ങനെയായിരിക്കും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാം? We have discussed the format, title, staff reporter's name, place and the content. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ആരാണ് ചെയ്യുന്നത്, why is he doing that? All these things should be answered in that content part.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ആൻസർ ചെയ്തിരിക്കണം. ഇനി അഗെയിൻ വൺ പ്രൊഫൈൽ ഇസ് ഹിയർ. ഇറ്റ് ഈസ് എ പ്രൊഫൈൽ ഓഫ് ചിമമന്ത. ചിമമന്തയുടെ പ്രൊഫൈലാണ് അവിടെ വന്നിട്ടുള്ളത്. സോ വാട്ട് വിൽ ബി ദി മേജർ തിങ് ഇൻ എ പ്രൊഫൈൽ? എന്തൊക്കെയാണ് ചിമമന്തയുടെ പ്രൊഫൈലിൽ നമ്മൾ കൊടുക്കാനുള്ളത്? വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ഗിവൻ? എന്തൊക്കെ കൊടുക്കണം പ്രൊഫൈലിൽ? ടൈറ്റിൽ മസ്റ്റ് തിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓതറിൻ്റെ തന്നെ ടൈറ്റിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ തന്നിരിക്കുന്ന ഹിൻസ് എന്ത് രീതിയിൽ കൊടുക്കണം? ഇറ്റ് ഷുഡ് ബി ദർ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. മരണം കൊണ്ടേ ആദ്യം കൊടുക്കരുത്, അല്ലെങ്കിൽ കിട്ടിയ അവാർഡ് കൊണ്ടേ ആദ്യം കൊടുക്കരുത്. ഇവിടെ അവർ മരിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവാർഡ്സ് ആദ്യം ഇവർക്ക് ഇന്ന അവാർഡാണ് കിട്ടിയത് അതല്ല കൊടുക്കേണ്ടത്. പകരം എന്നാണ് ജനിച്ചത്, ഏതാണ് ഇവരുടെ നാഷണാലിറ്റി എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാം, കാരണം നമ്മൾ അവരെ പറ്റിയിട്ടാണ് ചാപ്റ്റർ പഠിച്ചത്. അപ്പോൾ എക്സ്ട്രാ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അതും നിങ്ങൾക്ക് അതിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ജഗേന്ദ ഇവിടെ തന്നിട്ടുണ്ട് ഒരു പ്രത്യേക സാധനം. അതിൽ നിന്ന് യു ഹാവ് ടു ഒരു പ്രത്യേക പാർട്ട് ഇസ് ഗിവൻ ദർ. അവിടെ നിന്ന് വാട്ട് യു ഹാവ് ടു ഡു ഇസ് പിക്ക് ഔട്ട് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒരു 5-6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. ഒന്നാമത്തെ നോക്കിയാലോ. റഷ്യൻ വാർ പ്ലെയിൻസ് റിപ്പ് ത്രൂ ഉക്രൈൻ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാനാണ്. യൂണിറ്റി അഗൈൻസ്റ്റ് ടെററിസം urgent need of the hour. As his orders rupees 25 lakh each and as interim relief to the flat owners. 45 killed in rain-related incidents in Kerala. A tribal school comes into world spotlight. And terrorists shot down migrant laborers in Poonch district. Okay, I മനസ്സിലായിട്ടുണ്ടാവും that these are the news titles. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. Which headlines gives us hints about the hostility that exists between two countries? രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഹോസ്റ്റിലിറ്റി, ശത്രുത ഏത് ഇതിലാണ് പറഞ്ഞിട്ടുള്ളത്? റഷ്യൻ വാർ പ്ലെയിൻസ് ത്രൂ ഉക്രൈൻ. ഓക്കെ, ഉക്രൈൻ. Then identify the headline that speaks about a natural calamity. ഏതാ നാച്ചുറൽ കലാമിറ്റിനെ പറ്റി സംസാരിക്കുന്നത്? അല്ലേ? 45 killed in rain related incidents. ഇനി the headline that urges us to be united against extremism. എന്തിനാണ്? unity against terrorism. Okay, then headline that may bring cheer to tribal villagers. Tribal school comes to the world spotlight. Any which headline refers to the verdict given by Supreme Court SC? So this one is also the answer. കഴിഞ്ഞില്ലേ? ഇത്ര സിമ്പിൾ ആയിട്ടാണ്. പെട്ടെന്നൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ we can just go with the answers. ഇനി നെക്സ്റ്റ് വൺ ഇസ് another thing like that. ഇതുപോലെ തന്നെ കുറച്ച് ന്യൂസ് റിപ്പോർട്ട്സ് ആണ്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ? ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ന്യൂസ് ടൈറ്റിൽസ് ആണ് തന്നിട്ടുള്ളത്. ന്യൂസ് ടൈറ്റിൽസ് നിന്ന് യു ഹാവ് ടു ഗെറ്റ് ദി ആൻസർ. അപ്പം ഇവിടെ ഒന്നാമത്തത് കൊടുത്തിട്ടുള്ളത് 40 kg plastic found in dead whale's belly. Car makers announce price hike. Government provides home-based dialysis service to patients. Rain brings down water turnout by election. And online portal introduced for school Kalotsavam. Then India's first private train Tejas Express. Passengers get delay compensation. Which headline is related to election? Correct ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Election, by election ആയിട്ട് related ആയിട്ടുള്ളത്. And what will cheer the regular train commuters? എന്താ? Delay compensation. അല്ലേ? How does the government help the kidney patients? എങ്ങനെയാണ് kidney patientsന് അവർക്ക് dialysis center service? Which headline rings an alarm bell for the environmentalist? Environmentalist എന്ത് ചെയ്യും? The plastic found in dead whale's belly. Then next comes which headline that is related to automobile industry, car makers. അല്ലേ? കഴിഞ്ഞല്ലേ? ഇത്ര പെട്ടെന്നാണ് നമ്മൾ we are answering all these questions. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സാധനം വായിക്കുന്നത് ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചൊന്നും മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ you'll be able to answer all these questions very quickly. All right. Next, moving on to the next one. Read the following conversation, answer the given questions. Okay. അപ്പം കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് you have to get the answers. All right. അപ്പോൾ we'll just go for it. ആദ്യത്തെ നമുക്ക് നോക്കാം. കോൺവെർസേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു? Read the following conversation and answer the questions that follow. Mr. John, could I go and talk to him tomorrow? Mrs. John, no, you should talk to him today itself. What did Mr. John ask? എന്താണ് മിസ്റ്റർ ജോൺ ചോദിച്ചത്? അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ?
Is it like something else? വെറുതെ ആൻസർ ചെയ്താൽ മതിയോ? No, it is like reported speech. അല്ലേ? അപ്പോൾ എങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യും? Could I go and talk to him tomorrow? എങ്ങനെയാണ് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം? Mr. John asked, could ആണ് അല്ലേ? If അല്ലെങ്കിൽ whether ആണ് കൊടുക്കുക. If I could go and talk to him tomorrow or the next day. Okay. The next one is like, next one എന്താ പറയുക? No, you shouldn't. You should talk to him today itself. So Mrs. John replied that he should talk to him that day itself. ആ ദിവസം തന്നെ സംസാരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ്സ് എസ് എ റിപ്പോർട്ടഡ് സ്പീച്ച്. അല്ലാണ്ട് വെറുതെ അവിടെ കൊടുത്തത് അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി യുവർ ആൻസർ. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്നുള്ളത് നിങ്ങൾക്ക് കത്തണം, എന്നാലേ സംഭവം റെഡി ആവുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് കംസ് 30th one. ഇവിടെ നോക്കിക്കുക, അതുപോലെ വേറൊരു സംഭവമാണ്, റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് യു ഹാവ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. എന്താ ചോദിച്ചിട്ടുള്ളത്? പറയാം. Could I listen to your tribal music? Shimamanda, no, I normally listen to English pop songs. What did Maria ask? What was Shimamanda's reply? Again, കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, that is also of reported speech. Could I listen to tribal music? So, what will be its reporting form? എന്തായിരിക്കും റിപ്പോർട്ടിംഗ് ഫോമിലേക്ക് പോകുമ്പോൾ വരിക? Maria asked, if she could listen to the tribal music. If she could, can എന്നുള്ളത് it becomes could. Okay. Then what is the next one? No, I normally listen to English pop songs. അപ്പോൾ reply, Chimamanda replied that she normally listened to English pop songs. Okay. Okay, now we are moving on to the next one. This is an editing passage. Passage edit ചെയ്യാനുള്ള ഒരു question ആണ്. നോക്കിയേ, there are few errors in the passage given below. Edit them. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. Adichie had never been outside Nigeria. ഓക്കെ, അപ്പം Adichie ഇതിനു മുന്നേ എന്താണ് നൈജീരിയയുടെ പുറത്ത് പോയിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഇതിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എഡിറ്റ് ചെയ്യാനാണ്. അപ്പം ബീങ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. So then next one, she started writing at the age of 7 and her mother was obligated to read. Most of her stories contained characters that was similar to the characters in the British and American books she read. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും Adichie have never been alla, it's been. Okay, never been outside, and she started writing at the age of 7 and her mother was obligated എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So what is the real one? Obligated, which means നിർബന്ധിക്കപ്പെടുക. അവർക്ക് നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഓഫ് എ സ്റ്റോറീസ് മാറിയിട്ട് എന്താ വേറാണോ? വേറിൻ്റെ മീനിങ് സ്ഥലമാണ്. വിച്ച് ആണ് നമുക്ക് ആപ്റ്റ് ആയിട്ട് വരിക, വിച്ച്. ആൻഡ് ദെൻ the characters that was characters എന്നുള്ളത് that is a singular, that's a plural one, so we just have to add it as were. Clear അല്ലേ? ഇനി ഇവിടെ എന്താ വേറെ ഒരു എഡിറ്റിംഗ് പാസേജ്. ഇത് നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് we just have made that into one single one. അതുകൊണ്ടാണ് you are having lot of editing passages together. Okay, അപ്പോൾ ഇവിടെ ചോദിക്കേ, complete the following passage using the appropriate forms of phrasal verbs. അടുത്ത phrasal verbs വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. The landlady dash when she saw a young man unconscious on a narrow bed. അപ്പോൾ phrasal verbs ആണ്. We have already studied lot of phrasal verbs. Phrasal verbs നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാ phrasal verbs? put on, put up, അങ്ങനത്തെ ഒരുപാട് phrasal verbs പഠിച്ചിട്ടുണ്ട്. Okay, the landlady was dash. What can be the answer? Taken aback. പഠിച്ചിട്ടുള്ളതല്ലേ taken aback നമ്മൾ? എന്താണ്, what is the meaning? Taken aback. എന്താ, what is its meaning? Surprised. Okay, the landlady was taken aback എന്ന് കൊടുത്തു. Then next one is like she dash to call the sergeant of police. എന്തായിരിക്കും, what will be the answer here? Made up. അവര് തീരുമാനമെടുത്തു, to make a decision. Then who dash quickly at her lodgings.
who dash quickly. അപ്പോൾ അതായത് അവിടെ നമുക്ക് വരേണ്ട മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ someone who reached there, പെട്ടെന്ന് എത്തുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തിപ്പെടുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. who turn up. Okay, who turn up. അത് പെട്ടെന്ന് റീച്ച് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, then next comes another one. Seeing the dying young man, he immediately dashed to the clinic. He immediately set out. പെട്ടെന്ന് പോവുക, അവിടുന്ന് പെട്ടെന്ന് ആ ഒരു ജേർണി ബിഗിൻ ചെയ്യുക, പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് വി റീസെൻ്റ്ലി ഡാഷ് ബൈ AJ Cronin ആൻഡ് റിക്വസ്റ്റഡ് ഹിം ടു കം അറ്റ് വൺസ്. സോ അവിടെ എന്തായിരിക്കും? സെറ്റപ്പ് അല്ലേ? സെറ്റപ്പ്, പെട്ടെന്ന് ആളെ റെഡിയാക്കി നിർത്തുക, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് എത്തുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡൺ. ദെൻ നെക്സ്റ്റ് വൺ. അപ്പം ഫ്രേസൽ വെർബ്സ് നിങ്ങൾ യു ഷുഡ് ബി ഫാമിലിയർ വിത്ത് ദി മീനിങ്സ് ഓഫ് ഫ്രേസൽ വെർബ്സ്. എന്നാൽ ഇത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യു വിൽ ബി ഏബിൾ ടു കണ്ടിന്യൂ വിത്ത് ഇറ്റ്. ഓക്കെ, then the next phrasal verb, it is also another question related to phrasal verbs. അടുത്തതും phrasal verbs ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള questions ആണ്. അപ്പോൾ എന്താന്ന് നോക്കിക്കേ phrasal verbsൽ. Read the passage and give with the appropriate phrasal verbs. Phrasal verbs already കൊടുത്തിട്ടുണ്ട്. Martha was dash when she heard the heated exchange between. Taken aback അല്ലേ? ഒരു എന്തോ ഒരു ഫീല് അല്ലേ? Taken aback. Okay. And then Mr. Boone and Mr. Skimet quite had said she desired to dash the principal and dash her concerns. What is the next one? To call on. To call on the principal and dash her concerns and share her concerns. അപ്പോൾ അവിടെ എന്തായിരിക്കും വരിക? അല്ലെങ്കിൽ put forward. അവളുടെ concerns അയാളുടെ അടുത്ത് പറയുക. അപ്പോൾ put forward. Okay. Then next comes the next one. അടുത്തത് എന്താ? She understood that she had already made up his mind. Made, already റെഡിയാക്കി നിർത്തുക, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. Made up his mind. And then but the gritty girl decided not to, അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, not to give up. കിട്ടിയില്ലേ? ഇവിടെ മേളിൽ ഓൾറെഡി എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. You just have to pick it up. ഇനി നോക്കിയേ, there are few errors in the passage given below. Editing ആണ്. Chimamanda is a storyteller which has carved a niche. Is it like which ആണ് അവിടെ വരിക? ഒരാളെയാണ് പറയുന്നത്. So instead of which we have to place it as who. Okay. Next one is like her has clearly in the literary world. In her speech she delves. Clear ആണോ? It is like clearly dwells upon the dangers of the single story. Citing her own personal experiences, she states that single stories were not. അപ്പം can you just say what is it? Why is it wrong? Because നമ്മുടെ ഈ സെന്റൻസ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് is in present tense, so it should be like are. Okay, are not. Any last one. Okay, single stories makes one story become the only story. Single stories ആണ്. So this is a plural one. The plural ആയതുകൊണ്ട് we just have to cut this s. അങ്ങനെ നമ്മുടെ എന്താക്കണം? നമ്മുടെ വേർബിനെയും നമ്മൾ പ്ലൂറൽ ആക്കി മാറ്റി. ഓക്കെ, അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഡിറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കറക്റ്റ് ഇതാ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ. ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻസിൽ യൂഷ്വലി നമുക്ക് കാണാറുള്ളത്? ഇൻ, ഓൺ, ആൻഡ്, അറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ പ്രിപ്പോസിഷനിൽ. ഫസ്റ്റ് വൺ, അഡിച്ചെ who is a storyteller. Adiche is a storyteller who comes അല്ലേ? Who comes dash a conventional middle class from അല്ലേ? From a conventional middle class family. Her father being a professor and she grew up on dash university campus. On a ആണോ an ആണോ? On a university campus and dash eastern Nigeria. എന്താ? In eastern Nigeria. Okay? Any next comes ഇതൊരു എഡിറ്റിംഗ് പാസേജ്. സോറി, എഡിറ്റിംഗ് അല്ല, we have to fill it up with the appropriate things. Prepositions ഒക്കെ കൂടുതലുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. ഇവിടെ പറഞ്ഞ പ്രിപ്പോസിഷൻസ് ഒക്കെ മെയിൻലി ആഡ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് അവിടെ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെയായിരിക്കും? ഇവിടെയും ഹൂ, അറ്റ് സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ വാട്ട് വിൽ ബി ദ റിയൽ വൺ? ആദ്യത്തെ നോക്കാം. The boy went up
dash investigate, അല്ലേ, to investigate the grandmother's knitting and discovered it dash the nest built. A dash the nest built by the squirrel. എന്താ അവിടെ വരിക അപ്പം? In the nest, അല്ലേ, in the nest, നെസ്റ്റിനുള്ളിൽ. He also found amongst dash wolves, എന്താ, wool 3 squirrels. The grandfather dash had never seen white. The grandfather who had, അല്ല ഇതുവരെ who ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് പറയുന്നത്. Squirrels before hinted at the possibility of the white rat being the father, as the rat and the squirrels were related to each other. കിട്ടിയാ? Next one is like a conversation. ഇവിടെ നിങ്ങൾക്ക് conversation fill up ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ question വന്നിട്ടുള്ളത്. അപ്പം ഈ question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is also a very simple one. നിങ്ങൾ ഓൾറെഡി നമ്മുടെ questionസിലൊക്കെ എപ്പോഴും പഠിക്കാറുള്ളതാണ് to fill the question tags. അല്ലേ, ഒന്നാമത്തെ നോക്കിയേ, you look tensed, don't you? അല്ലേ, ഒരെണ്ണമാണ് വന്നിട്ടുള്ളത്. So don't you? Okay, don't you? Question mark should also be there. Then next line എന്താ പറഞ്ഞിരിക്കുന്നത്? Yes, grandma, there is a very serious issue. So next question എന്തായിരിക്കും? Definitely ചോദിക്കുക, what is it? അല്ലേ, what is it? What is it എന്ന് grandma ചോദിച്ചു. This year the principal, അത് ആ ഒരു കാര്യങ്ങൾ പറയാം. Dear, I don't have any money with me. You had better dash. എന്തായിരിക്കും grandma പറഞ്ഞിട്ടുണ്ടായിരുന്നത്? You would better ask. You would better ask grandpa. ഈ പോയി ഗ്രാൻഡ്ഫാദറിന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. Then if I ask grandpa, dash ആണ് പറഞ്ഞിരിക്കുന്നത്, will I get the money? എനിക്ക് കിട്ടുമോ? Will I get the money? ഇനി അപ്പോൾ എന്താ പറയുക? I don't know. Would you mind dash? Would you mind? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? As I do, you go and meet him alone. Would you mind? അപ്പോൾ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? എൻ്റെ കൂടെ നിനക്കൊന്ന് വരാമോ? Coming with me. Would you mind coming with me? പറ്റില്ല. You just go and meet her. ഈ താഴത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മേലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ ടു. അതായത് തൊട്ടടുത്തുള്ള കോൺവെർസേഷൻസും കൂടെ വായിച്ചാൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു ആൻസർ ദി എബവ് വൺസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. ആൻഡ് ഹിയർ ഇസ് വൺ മോർ ക്വസ്റ്റ്യൻ ടാഗിങ്, അതായത് ഡോണ്ട് യു എന്നൊക്കെ പറഞ്ഞ ടാഗ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക പോർഷനാണത്. എന്താണ് ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത്? ജോൺ, വുഡ് യു മൈൻഡ് ഡാഷ്. അപ്പോൾ രണ്ടാമത്തെ സാധനം കൂടെ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ. നോ പ്രോബ്ലം, ഐ വിൽ സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് ഫോർ യു. അപ്പോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക? വുഡ് യു മൈൻഡ് സ്പെൻഡിങ് ഫ്യൂ മിനിറ്റ്സ് ഫോർ മീ. സ്പെൻഡിങ് അല്ലെങ്കിൽ സ്പെയറിങ് ഫ്യൂ മിനിറ്റ്സ് ഫോർ മീ. ഓക്കെ, ഫ്യൂ മിനിറ്റ്സ് ഫോർ മീ. സർ, ഡു യു റെക്കഗ്നൈസ് മീ? ഐ എം അഫ്രെയ്ഡ് ഡാഷ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഐ എം അഫ്രെയ്ഡ് ദാറ്റ് യു കാൺ, അല്ലെങ്കിൽ ഐ കാൺ റെക്കഗ്നൈസ് യു, അല്ലെങ്കിൽ യു കാൺ, ഐ എം അഫ്രൈഡ് ദാറ്റ് ഐ കാൺ റെക്കഗ്നൈസ് യു. ഓക്കെ, ഐ കാൺട്ട് recognize you. Okay, then next comes, I'm John and I work in the field of youth welfare. It's great. ഇനി എന്തായിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും, I'm going to New York to inspect summer. അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ട്. Where are you going right now? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഇനി I'm going to Light. And what directed you to do to this field? You still don't remember me? അപ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്നെ എപ്പോഴും മനസ്സിലായിട്ടില്ല. Do you? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഡോണ്ട് യു വന്നിട്ടുള്ളതുകൊണ്ട് യു വിൽ ബി ജസ്റ്റ് പ്ലേസിംഗ്. തുടക്കത്തിൽ നെഗറ്റീവ് വന്നു, അതുകൊണ്ടാണ് വി ആർ മേക്കിംഗ് ഇറ്റ് പോസിറ്റീവ്. I haven't seen you in my life. So you saved my life 25 years ago. If you hadn't done that, എന്തായിരിക്കും വരിക? I would have died. So that's a great compliment. I believe that my investment has yielded fruits and really thank you. Okay. സോ അപ്പോൾ അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അതായത് നമുക്കിപ്പം മേജറായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ മോഡൽസ് എല്ലാം നമ്മൾ വി ജസ്റ്റ് ഹാവ് ഡിസൈഡഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടു. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ കണ്ടു. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്സ് കണ്ടു. ഡിഫറെൻറ്റ് ഡിസ്കോഴ്സസ്, ലെറ്റർ, നോട്ടീസ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗുകളെല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, ആൻഡ് ദെൻ പാസേജ് റൈറ്റിംഗ് എങ്ങനെയാണ് വരുന്നത്? റൈറ്റപ്പ്, നറേഷൻ, അതുപോലെ എന്ത് വരുന്നു? റിവ്യൂ. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ വി ജസ്റ്റ് ഹാവ് സീൻ നൗ.
ഓക്കെ, അപ്പം നമുക്ക് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഈ പറഞ്ഞ മോഡൽസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽസ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറോളം വിച്ച് ഹാവ് ഡിസ്കസ്ഡ് നൗ. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള 2-3 പാരഗ്രാഫ്, 2-3 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്യണം? യു ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. അപ്പം നിങ്ങൾ ആകപ്പാടെ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്നൊക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കത്തി ആരൊക്കെയുണ്ട്? അതായത് നിങ്ങളെ 2 ക്വസ്റ്റ്യൻ തന്നു, നിങ്ങൾ റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടഡ് സ്പീച്ച് തന്നത്. ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു that it was a question for reported speech? ആർക്കൊക്കെ മനസ്സിലായി? just raise your hands. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു? hope all of you are here. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ ഇത് ലെറ്റ് ദിസ് ബി ആൻ എക്സ്പീരിയൻസ് ഫോർ യു. നിങ്ങൾ ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോഴേക്കും ഓ യെസ്, അപ്പോൾ കുറേയധികം പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതൊരു ക്വസ്റ്റൻ ആയിരുന്നു, റിപ്പോർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങളുടെ എക്സാമിന് വരുമ്പോഴേക്കും ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓ എനിക്ക് എന്തെങ്കിലും ഒരു ആൻസർ എഴുതി വെച്ചാൽ മതി എന്ന് വിചാരിച്ച് ഡോണ്ട് ജസ്റ്റ് ഗിവ് അപ്പ്, ബിക്കോസ് ഇറ്റ് വാസ് എ ക്വസ്റ്റൻ ഫോർ റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. യു ഹാവ് ടു പ്ലേസ് യുവർ തിങ്സ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നമ്മൾ ചെയ്തിട്ടുള്ള ഡിസ്കോഴ്സസ്, അതിൻ്റെ ഫോർമാറ്റ്സ് എപ്പോഴും ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഓരോ ചാപ്റ്ററും അത് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഷോർട്ട് സ്റ്റോറി ആണോ, അനക്ഡോട്ട് ആണോ, സ്പീച്ച് ആണോ എന്നുള്ള കാര്യങ്ങളോട് അറിഞ്ഞിരിക്കണം. ചിവമന്തയുടെ എന്താണ്, നമ്മുടെ AJ ക്രോണിൻ്റെ എന്താണ്, ഇതൊക്കെ എന്താണ്, എല്ലാം ഷോർട്ട് സ്റ്റോറീസ് ആയിക്കോണമെന്നില്ല. അപ്പം അത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ആൻഡ് ഹൂ ഇസ് ഓദർ എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രം യു ജസ്റ്റ് ഗോ ഫോർ ദി ആൻസേഴ്സ്. ഓക്കെ, അപ്പം സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. നമ്മൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാംസ്. അധികം സമയമൊന്നും വെറുതെ കളയാണ്ട് ഒരുപാട് നേരം സ്ട്രെസ് അടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്യാൻ നിങ്ങളുടെ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. സോ ഹോപ്പ് യു വിൽ ഹാവ് എ ഗ്രേറ്റ് ഡേ for the next day, especially on your days of exam. Okay, എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ളൊരു എക്സാം ആശംസിക്കുകയാണ്. So see you in the next video. Until then, bye bye.